ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ രണ്ട് രൂപത്തിലാണ് കുടികൊള്ളുന്നത്. സഗുണ സാകാരമായും നിർഗുണ നിരാകാരമായും. നിർഗുണ നിരാകാരം, നിർഗുണം എന്ന വാക്കിൻ്റെ അർത്ഥം ഗുണമില്ലാത്തത് എന്നല്ല, ഗുണാതീതം എന്നാണ് വേദാന്തത്തിൽ നിർഗുണ ശബ്ദത്തിനർത്ഥം. അപ്പോൾ സർവഗുണങ്ങൾക്കും അതീതമായി വർത്തിക്കുന്നത്, അതാണ് നിർഗുണം. അങ്ങനെ അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല. പക്ഷേ എല്ലാ ഗുണങ്ങളും ഉത്ഭവിക്കുന്നത് ആ നിർഗുണ ബ്രഹ്മതത്വത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മതത്വത്തെ സഗുണ സാകാരത്വം വഹിച്ച് മൂർത്തി രൂപങ്ങൾ നൽകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ, ആരാധിക്കാൻ നമുക്കൊരു രൂപമായി. അതാണ് സാകാര രൂപം, സഗുണരൂപം, സഗുണ സാകാരത്വം. ഈ രണ്ട് രൂപത്തിലാണ് ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നത്. അപ്പോൾ സഗുണ സാകാര മൂർത്തികളെ ഉപാസിച്ചാണ് ഒരു ജീവൻ നിർഗുണതത്വത്തിലേക്ക് ഉയരേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് തദ്ഗുണങ്ങളെ അനുസരിച്ച് ഭക്ത്യാ വേണം നിർഗുണത്തിങ്കൽ ചെന്ന് ലയിപ്പാൻ അറിഞ്ഞാലും എന്ന് ഭാഗവതം തന്നെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. നമസ്തേ.